ഒട്ടും വയ്യാണ്ട് ആശുപത്രി കിടന്നിട്ടും കോളേജിൽ വന്ന് ഡാൻസ് കളിച്ച എൻ്റെ ഡെഡിക്കേഷനെ. ഫ്രഷേഴ്സിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒഴിയാനും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ വന്നു ഡ്രിപ്പിട്ടിട്ടാണെങ്കിൽ നമ്മളൊന്ന് ഡാൻസ് കളിച്ചു. കൈ നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം എൻ്റെ കയ്യിലാണെങ്കിൽ ആ ഡ്രിപ്പിട്ടെൻ്റെ മറ്റേ പഞ്ഞിയൊക്കെ വെച്ച് കെട്ടിയേക്കുമായിരുന്നു. അങ്ങനെ ഒരു മാസം വീഡിയോ എടുക്കാതെ പനി പിടിച്ച് കിടന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്കാണെങ്കിൽ NSSൻ്റെ ക്യാമ്പ് ഉണ്ടായിരുന്നു, 2 ദിവസത്തെ NSS സെക്രട്ടറീസിന് വേണ്ടി മാത്രമായിട്ടുള്ളത്. അപ്പോൾ അതിനും കൂടി പോയി, അവിടെയൊക്കെ പോയി ഒന്ന് ഓക്കെ ആയി. അങ്ങനെ ക്യാമ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഓഗസ്റ്റ് 15 എത്താറായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ NSS വോളണ്ടിയറും സെക്രട്ടറിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ളൊരു റിട്ടയറായിട്ടുള്ളൊരു പട്ടാള അപ്പൂപ്പനെ നമ്മൾ പോയി ഒന്ന് ആദരിച്ചു. അങ്ങനെ അതും കഴിഞ്ഞ് അങ്ങനെ ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് തന്നെ നമ്മൾ NSS യൂണിറ്റിൻ്റേതായിട്ടുള്ള പരേഡ് നമ്മൾ നടത്തിയായിരുന്നു. നല്ല രീതിയിലായിരുന്നു നമ്മൾ നടത്തിയത്. അങ്ങനെ പരേഡും കഴിഞ്ഞ് 2:30ക്കുള്ള ട്രെയിനിൽ നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നു ഞാനായിരുന്നു. പക്ഷേ പള്ളിയിൽ പോയി ഫുഡ് കഴിച്ചത്തേക്കൊന്ന് ചെറുതായിട്ട് താമസിച്ചു. 2:30ക്കുള്ള ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ 5:30ക്കുള്ള വേണയുടെ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ 5:30ക്കുള്ള വേണാന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവസാനം നമ്മൾ ട്രെയിൻ വന്നു. സീറ്റൊന്നും ഇല്ലായിരുന്നു, പക്ഷെ മേളിൽ കുറച്ച് സീറ്റ് ഉണ്ടായിരുന്നു. ആദ്യമേ ഒന്ന് വിചാരിച്ചു കയറണോ വേണ്ടായോ എന്ന്. അവസാനം നമ്മൾ ആ മേളിൽ കയറിയിരുന്നു. അത് ഇച്ചിരി ടാസ്ക്കൊക്കെ ആയിരുന്നു, എന്നാലും നമ്മൾ കയറിയിരുന്നു. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നു. പിന്നെ ചേട്ടൻ വിളിക്കാൻ വന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത്. അങ്ങനെ വന്നു. ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഇവരെ കാണുമ്പോഴാണ്. എനിക്കിവിടെ 2 ഡോഗ്സ് ഉണ്ട്. ഇത് ജൂലി പിന്നെ ഒരു അസൂസിയാണ്. ഇവർ 2 പേരുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ വന്നന്ന് അടുത്ത ദിവസം അമ്പലത്തിൽ കഞ്ഞി ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിൽ കഞ്ഞിയുണ്ട്. അങ്ങനെ കഞ്ഞി വസ്ത്രവും കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്നാ സുഖം. പിന്നെ അമ്മേനെ കൊണ്ട് കുറച്ച് നേരം കാലൊന്ന് തടയിപ്പിച്ചു. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. ബൈ.